കേറ്ററിംഗ് പൊളി. ഈ പുള്ളീനുണ്ടല്ലോ നമുക്ക് ലൈഫിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആളുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമുക്ക് ക്രോഫ്റ്റിൽ ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ക്രോഫ്റ്റ് നമുക്ക് അറിയാൻ ഭയങ്കര വൈബാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോ ഒക്കെ കാട്ടി ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ നമ്മുടെ മെയിൻ ഐറ്റം ഫുഡാണല്ലോ. ഫുഡ് കണ്ട പിന്നെ കൈ വിറയ്ക്കും. അപ്പോൾ നമ്മൾ വേഗം ഫുഡിന്റെ കൗണ്ടറിലോട്ട് ഓടി. അപ്പോൾ അവിടെ അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, താറാവുണ്ട്. ചെറുതായിട്ടൊരു ഡയറ്റിന്റെ പ്ലാൻ എടുത്തോണ്ട് അവിടെ ചെന്ന് തന്നെ ഞാൻ കുറേ ഒന്നും കഴിക്കില്ല, എന്നെ നിർബന്ധിക്കരുത് എന്നുള്ളൊരു ഡയലോഗൊക്കെ അവിടെ ചെന്ന് ഫുഡ് കണ്ടപ്പോൾ എൻ്റെ കൈവറ കാരണം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ മലയാളികൾക്ക് പേരുദോഷം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്ലേറ്റ് നിറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കല്യാണോ ഇവന്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹോസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം വന്നവരോട് ചോദിക്കുന്നത് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാട്ടോ. പക്ഷേ ഈ കാര്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്ന് പറയും ഫുഡ് അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് കാറ്ററിങ്ങിന് തപ്പാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനി പേടിക്കാതെ കാനറി വെഡിങ് കാറ്റേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഫുഡിന്റെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി ഞാൻ തരാം മക്കളെ. ഇനിയിപ്പോൾ അതിന് വേണ്ടി ടെൻഷൻ വേണ്ട.